സ്വർണം കട്ടത് ആരപ്പ സഖാക്കളാണ് അയ്യപ്പ. തിരഞ്ഞെടുപ്പിന് ശേഷം തദ്ദേശ തിരഞ്ഞെടുപ്പ് കാലത്തും അതിനുശേഷവും UDFിന്റെ പ്രധാനപ്പെട്ട പ്രചരണ ഗാനം. അതിന് മറുപടി എന്നതിൽ അത് കോൺഗ്രസ് ആണ് എന്ന് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം വി ശിവൻകുട്ടി ഉൾപ്പെടെ വിശദീകരിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഇന്നും മന്ത്രി വി ശിവൻകുട്ടി സംസാരിച്ചപ്പോൾ സ്വർണം കട്ടത് കോൺഗ്രസ് ആണ് എന്ന തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ആ പ്രസംഗമുണ്ടായിരുന്നു. അതിനിടയിലാണ് സ്പീക്കർ ഡയസിലേക്ക് കയറാൻ ആലുവ MLA ആലുവയിൽ നിന്നുള്ള നിയമസഭാംഗം അൻവർ സാദത്ത് ശ്രമിച്ചത്. തുടർന്നാണ് സഭ തടസ്സപ്പെട്ടത്. ആ പ്രക്ഷുബ്ധമായ ആ രംഗങ്ങളിലേക്ക് ഒരിക്കൽ കൂടി ഒന്ന് പോകാം. സാറേ, സഭ ആരംഭിച്ച അന്ന് മുതൽ ഈ ബാനറും കൊണ്ട് സ്വർണം കട്ടത് ആരപ്പ സഖാക്കളാണ് അയ്യപ്പ എന്ന് പറഞ്ഞുള്ള മുദ്രാവാക്യം വിളിക്കുകയാണ്. സാർ, അവരുടെ ആവശ്യം എന്താണ് സാർ? ഒരു ആവശ്യം വേണമെന്നില്ല സാർ. യഥാർത്ഥത്തിൽ സ്വർണം കട്ടത് ആരപ്പ, കോൺഗ്രസ് ആണ് അയ്യപ്പ, സംരക്ഷിക്കുന്ന ആരപ്പ, സോണിയാഗാന്ധിയാണ് അയ്യപ്പ എന്നാണ് സാർ എഴുതി വയ്ക്കേണ്ടത്. സാർ, ഈ സംസ്ഥാനത്ത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ കൂടി നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സാർ പ്രത്യേക അന്വേഷണ സംഘം വളരെ ഗൗരവമായി തന്നെ കാര്യം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി നടത്തിയ സമരത്തിന് ഒരു പ്രാധാന്യവും മാധ്യമങ്ങളിൽ കിട്ടുന്നില്ല എന്നുള്ളത് കണ്ടുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ അവറിൽ ഈ സമരവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. സാർ, ഞാനിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അതിൽപ്പെട്ട MLA-മാരെ വിളിച്ച് ക്ലാസ് കൊടുക്കുന്നുണ്ടായിരുന്നു. മുകളിലോട്ട് കയറി സ്പീക്കർ അടുത്തേക്ക് പോകാൻ വേണ്ടിയുള്ള ക്ലാസ് നിർദ്ദേശമാണ് കൊടുത്തിരിക്കുന്നത്. എങ്കിൽ മാത്രമേ പത്രങ്ങൾ വാർത്ത വരൂ എന്നുള്ളത് കൊണ്ടാണ് സാർ സഹിക്കുന്നവർ സഭയിൽ എന്നുള്ള നിലയിൽ മുഖ്യമന്ത്രി ഓഫീസിന് നേരെ ചീത്തവിളി, മുഖ്യമന്ത്രിക്കെതിരെ ആക്ഷേപം ഉന്നയിക്കൽ. അൻവർ സാദത്ത് കയറാൻ ശ്രമിക്കുന്നു. വാച്ച് ആൻഡ് വാർഡ് അൻവർ സാദിനെ അവിടെ നിന്ന് പിടിച്ച് ബലം പ്രയോഗിച്ച് താഴേക്ക് മാറ്റുന്നതാണ് ആ ദൃശ്യങ്ങളിൽ ഉള്ളത്. പിന്നാലെ സ്പീക്കർ ചെയറിൽ നിന്ന് പോവുകയായിരുന്നു. അതോടുകൂടി സഭാ നടപടിയിൽ തൽക്കാലത്തേക്ക് നിർത്തി. ഇപ്പോൾ വീണ്ടും ശൂന്യവേളയിൽ നടപടിക്രമങ്ങൾ സഭയിൽ ആരംഭിച്ചിട്ടുണ്ട്. പ്രതിപക്ഷ പ്രതിഷേധമുണ്ടാകുമ്പോൾ സാധാരണ നിലയിൽ സഭാ നടപടികൾ ഇന്നത്തേക്ക് മാറ്റിവെക്കുക, വേണ്ടെന്ന് വയ്ക്കുക റദ്ദാക്കുക തുടങ്ങിയ നടപടികളാണ് സ്പീക്കറുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെങ്കിൽ ഇന്നിപ്പോൾ ഒരു ഏറ്റുമുട്ടൽ സ്വഭാവത്തിൽ മുന്നോട്ട് പോകാമെന്ന സർക്കാരിൻ്റെ ആംഗിളിൽ തന്നെയാണ് സഭയെ സ്പീക്കർ ചെയർ ചെയ്യുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ആദ്യം ചോദ്യോത്തരവേളയിൽ 40 മിനിറ്റോളം നേരം വലിയ ബഹളവും പ്രതിഷേധവും മുദ്രാവാക്യവും ഉണ്ടായപ്പോൾ പോലും സഭാ നടപടികൾ ആ ബഹളത്തിൽ മുങ്ങിപ്പോകുന്നതിനിടയിലും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നയമാണ് സ്പീക്കർ സ്വീകരിച്ചത്. സർക്കാരിൻ്റെ താല്പര്യപ്രകാരമായിരിക്കും സ്വാഭാവികമായി സഭയുടെ നടത്തിപ്പ്, ഫ്ലോർ മാനേജ്മെൻറ്റ് എന്നാണ് അതിനെ സാങ്കേതികമായി പറയുക. ഏതായാലും അതിനുശേഷം ഇപ്പോൾ സഭാ നടപടികൾ വീണ്ടും ആരംഭിച്ചു. പ്രശാന്ത് കൃഷ്ണന്റെ പ്രശാന്ത്, ഇപ്പോൾ എന്താണ് സഭയിൽ സംഭവിക്കുന്നത്? മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിലാണ് പ്രശാന്ത്. ശബരിമല സ്വർണ്ണക്കൊള്ള ഉന്നയിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നടത്തിയ പ്രതിഷേധത്തിനിടയിലാണ് നാടകീയമായ രംഗങ്ങളുണ്ടായത്. അൻവർ സാദത്തിനെ ബലം പ്രയോഗിച്ച് വാച്ച് ആൻഡ് വാർഡ് അവിടെ നിന്ന്, വാച്ച് ആൻഡ് വാർഡ് എന്ന് പറയുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരാണ്, നിയമസഭ ഡ്യൂട്ടി ചെയ്യുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് വാച്ച് ആൻഡ് വാർഡ് എന്ന് പറയുക. അവർ അവിടെ നിന്ന് ബലം പ്രയോഗിച്ച് പിടിച്ചു മാറ്റം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അസാധാരണമായൊരു സാഹചര്യമാണ്. അസാധാരണമാണ് സ്പീക്കർ ഡയസിലേക്ക് കയറുക എന്നടക്കം. സ്പീക്കറുടെ ഡയസിന് മുന്നിൽ വലിയ പ്രതിഷേധമാണ് ഉണ്ടായത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ സഭയിൽ നാടകീയമായ അന്തരീക്ഷം തുടരുന്നത്. ഡയസിലേക്ക് വീണ്ടും പ്രതിപക്ഷാംഗങ്ങൾ ഇടിച്ചു കയറുന്നു എന്നടക്കമുള്ള വിവരങ്ങൾ വന്നിട്ടുണ്ട്. പ്രശാന്ത്, ഇപ്പോഴെന്താണ് സഭയിൽ സംഭവിക്കുന്നത്? വലിയ പ്രതിഷേധം തന്നെയാണ് നിയമസഭയ്ക്ക് അകത്ത് നടക്കുന്നത്. 10 മണിക്ക് ശൂന്യവേള സമയത്ത് പുനരാരംഭിച്ചപ്പോൾ ഈ വിഷയത്തിൽ, സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ സംസാരിക്കാൻ മന്ത്രി പി രാജീവിനോട് സ്പീക്കർ ആവശ്യപ്പെട്ടു. അദ്ദേഹം സംസാരിക്കുന്നതിനിടെയാണ് പ്രതിപക്ഷാംഗങ്ങൾ ഇരച്ചെത്തി ഈ സ്പീക്കറുടെ ഡയസിലേക്ക് കയറിയത്. സ്പീക്കറുടെ മുന്നിൽ മൈക്ക് പിടിച്ചു വലിക്കുന്ന തരത്തിലുള്ള പ്രതിഷേധമുണ്ടായി. വാച്ച് ആൻഡ് വാർഡ് ഇടപെട്ട് ഇവരെ നീക്കുന്ന സ്ഥിതിയുണ്ടായി. ഏതായാലും വലിയ പ്രതിഷേധം തന്നെ ഡയസിന് മുന്നിൽ നടന്നു. മുഖ്യമന്ത്രി അടക്കം സഭയിലുള്ളപ്പോഴായിരുന്നു ഈ പ്രതിഷേധം. മുഖ്യമന്ത്രി അടക്കം ഇപ്പോഴും സഭയിലുണ്ട്. ഇതോടെ സ്പീക്കർ അദ്ദേഹത്തിന്റെ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് അകത്തേക്ക് പോയി. ഏതായാലും നിയമമന്ത്രി പി രാജീവ് ഈ സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ സർക്കാരിന് യാതൊരു ഇടപെടലും ഇല്ല, മാത്രമല്ല ഈ സ്വർണ്ണക്കൊള്ള വിഷയത്തിലെ അന്വേഷണത്തിൽ പൂർണ്ണമായും ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലാണ് നടക്കുന്നത് തുടങ്ങിയ വിശദീകരണങ്ങൾ
നൽകുന്ന അവസരത്തിലാണ്, പ്രതിപക്ഷത്തെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്ന അവസരത്തിലാണ് നിയമസഭയിൽ നിന്ന് ലൈവ് സ്ട്രീമിംഗ് ഇപ്പോൾ ലഭ്യമാണ്. സഭയിലെ നടപടിക്രമങ്ങൾ അതൊരല്പം വൈകിയാണ് സഭാ ടി വി നമ്മുടെ മുന്നിലേക്ക് എത്തുക. ആ ഫീഡ് വീണ്ടും കട്ടായി എന്നാണ് മനസ്സിലാക്കുന്നത്. ആ ഫീഡിലേക്ക് നമുക്ക് എത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ സഭയിൽ ഇതുവരെ നടന്നത് എന്താണ് എന്ന് നമുക്ക് നേരിട്ട് കാണാൻ കഴിയും. ആ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് വളരെ വേഗത്തിൽ എത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രശാന്ത്, അതേസമയം തന്നെ ഇപ്പോൾ സ്വർണം കെട്ടത് ആരപ്പ? അത് കോൺഗ്രസ് ആണ് അയ്യപ്പ. സംരക്ഷിക്കുന്നത് ആരപ്പ? അത് സോണിയാഗാന്ധി അയ്യപ്പ. ഇതൊക്കെ ഈ സമൂഹ മാധ്യമങ്ങളിലെ ട്രോളുകളുടെ ഭാഗമായി വരുന്ന തരത്തിലുള്ള, അല്ലാതെ അതിൻ്റെ വിഷയത്തിൻ്റെ മെറിറ്റിലേക്ക് സർക്കാരിൻ്റെ ഭാഗത്ത് സംസാരിച്ച ശിവൻകുട്ടി ഉൾപ്പെടെയുള്ളവർ കടന്നിട്ടുണ്ടോ? ഇപ്പോൾ CPM എന്തുകൊണ്ട് പത്മകുമാറിനെതിരെ നടപടിയെടുക്കുന്നില്ല? മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഈ SIT ഉദ്യോഗസ്ഥരെ സമ്മർദ്ദത്തിലാക്കുന്നു, കുറ്റപത്രം വായിക്കുന്നു. ഇക്കാര്യങ്ങളിൽ അതിൻ്റെ മെറിറ്റിലേക്ക് കടന്നുള്ള മറുപടി സർക്കാരിൻ്റെ ഭാഗത്ത് സഭയിലുണ്ടായോ? രതീഷ്, രണ്ടാമത് സഭ പുനരാരംഭിച്ചപ്പോൾ ആദ്യം സഭ 9:40 നിർത്തിവെക്കാൻ കാരണം അൻവർ സാദത്ത് MLA ഡയസിലേക്ക് കയറാൻ ശ്രമിച്ചപ്പോഴായിരുന്നു. അതിനുശേഷം സ്പീക്കർ സഭ നിർത്തിവെച്ച് മടങ്ങുകയാണ് ചെയ്തത്. 10 മണിക്ക് സഭ പുനരാരംഭിച്ചപ്പോൾ വന്ന ഉടൻ തന്നെ സ്പീക്കർ നിയമമന്ത്രി പി രാജീവിനോട് ശബരിമല സ്വർണ്ണക്കൊള്ളത്തിലെ അന്വേഷണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സംസാരിക്കാനുള്ള അവസരം നൽകി. അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ പ്രതിപക്ഷത്തെ കൂടെ കുറ്റപ്പെടുത്തി ഈ അന്വേഷണം അട്ടിമറിക്കാൻ ചില ശക്തികൾ ശ്രമിക്കുന്നുവെന്ന് ഹൈക്കോടതി പറഞ്ഞത് പ്രതിപക്ഷത്തെ ഉദ്ദേശിച്ചായിരുന്നു എന്ന വിമർശനം ഉന്നയിച്ച പ്രസംഗം തുടരുന്നതിനിടെയാണ് വളരെ നാടകീയമായി പ്രതിപക്ഷ അംഗങ്ങൾ ഈ സ്പീക്കറുടെ ഡയസിലേക്ക് എത്തുകയും രണ്ടുപേർ ഡയസിലേക്ക് കയറുകയും ചെയ്തത് അൻവർ സാദത്തും മാത്യു കുഴൽനാടനുമാണെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. നമുക്ക് ദൃശ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ മാത്രമേ അതിൽ കുറച്ചുകൂടി ഒരു വ്യക്തത വരൂ. എന്തായാലും പ്രതിപക്ഷ അംഗങ്ങൾ ഡയസിലേക്ക് കയറി, ഡയസിൽ കയറി നിന്ന് സ്പീക്കറുടെ മൈക്ക് പിടിച്ചു വലിക്കുന്നതെന്ന് നമുക്ക് കാണാമായിരുന്നു. അപ്പോൾ വാച്ച് ആൻഡ് വാർഡ് ഇടപെട്ടാണ് പിന്നീട് ആ രംഗം അവിടെ ശാന്തമാക്കിയത്. ഏതായാലും മുഖ്യമന്ത്രി അടക്കം ഈ സമയത്തുണ്ടായിരുന്നു. മുഖ്യമന്ത്രി അടക്കം ഈ പ്രതിപക്ഷ പ്രതിഷേധം കണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ സഭാ TV നൽകുന്നുമുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ പ്രതിഷേധങ്ങൾക്ക് ശേഷം സഭ നിർത്തിവെച്ചു. സ്പീക്കർ വീണ്ടും ഇരിപ്പിടത്തിൽ നിന്ന് മടങ്ങി സഭ പൂർണ്ണമായും നിർത്തിവെച്ചിരിക്കുകയാണ്. സഭ തടസ്സപ്പെടുന്നത് ആദ്യം അൻവർ സാദത്ത് സ്പീക്കർ ഡയസിലേക്ക് കയറാൻ ശ്രമിച്ചപ്പോൾ സ്പീക്കർ ചെയറിൽ നിന്ന് എഴുന്നേറ്റ് അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് മടങ്ങി. സഭ തൽക്കാലത്തിൽ നിർത്തി. വീണ്ടും സ്പീക്കർ വന്നു. സഭാ നടപടി പുനരാരംഭിച്ചു. അത് വീണ്ടും ഇപ്പോൾ 2ാം തവണയും തടസ്സപ്പെടുകയാണ്. പ്രശാന്തിന് കേൾക്കാൻ കഴിയുന്നില്ല എന്ന് തോന്നുന്നു. സഭയിൽ വീണ്ടും പ്രതിഷേധം ഉണ്ടാവുകയാണ്. സ്പീക്കറുടെ ഡയസിലേക്ക് കയറി പ്രതിപക്ഷാംഗങ്ങൾ. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് സമാനതകളില്ലാത്ത ഒരു കൊള്ളക്കേസാണ്. അയ്യന്റെ മുതൽ സംരക്ഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ തന്നെ ആ മുതൽ മോഷ്ടിച്ചു എന്നതാണ് ഹൈക്കോടതിയുടെ കണ്ടെത്തൽ. അതിഗൗരവതരമായ കേസാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മറ്റ് പല രാഷ്ട്രീയ വിഷയങ്ങൾ, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടൽ വിഷയം ഉൾപ്പെടെ കത്തിച്ചു നിർത്തിയെങ്കിലും പക്ഷേ ശബരിമല വല്ലാതെ ബാധിച്ചു സർക്കാരിനെ, ഇടതുപക്ഷത്തിനെ എന്നതാണ് പൊതു വിലയിരുത്തലായി വന്നത്. ഇപ്പോൾ നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് കടക്കാൻ പോവുകയാണ്. അപ്പോൾ വീണ്ടും ശബരിമല വിഷയം കൂടുതൽ ശക്തമായി ഉന്നയിക്കാൻ ശ്രമിക്കുകയാണ് പ്രതിപക്ഷം. അതിൻ്റെ ഭാഗമായി സഭയിൽ വലിയ പ്രതിഷേധമുണ്ടായി. ദൃശ്യങ്ങൾ APL കുമാർ ഉൾപ്പെടെയുള്ളവർ, അതായത് ദീർഘകാലമായി സഭയിലുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി സ്പീക്കറുടെ ഡയസിന് മുന്നിലേക്ക് എത്തിയിരിക്കുന്നു. യുവാക്കളായ പുതിയ MLA മാരല്ല. അതായത് വളരെ ആലോചിച്ചുറപ്പിച്ചൊരു പ്രതിഷേധം എന്ന് തന്നെ മനസ്സിലാക്കേണ്ടി വരും. അതിനിടയിലാണ് ആലുവയിൽ നിന്നുള്ള നിയമസഭാംഗം അൻവർ സാദത്ത് സ്പീക്കറുടെ ഡയസിലേക്ക് പ്രതിഷേധത്തിന്റെ ഭാഗമായി കയറാൻ ശ്രമിച്ചത്. അൻവർ സാദത്തിനെ അവിടെ നിന്ന് വാച്ച് ആൻഡ് വാർഡ് ബലം പ്രയോഗിച്ച് മാറ്റുകയും ചെയ്തു. തുടർന്ന് സഭ നിർത്തിവെക്കുകയായിരുന്നു. അതിനുശേഷം വീണ്ടും സഭ പുനരാരംഭിച്ചു. അതേസമയം മന്ത്രി P രാജീവും മന്ത്രി V ശിവൻകുട്ടിയും സഭയിൽ സംസാരിച്ചു. V ശിവൻകുട്ടി പറയുന്നത് സ്വർണം മോഷ്ടിച്ചത് അത് കോൺഗ്രസ്സുകാരാണ് എന്നതാണ്. അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് ആ പ്രയോഗം അദ്ദേഹം വീണ്ടും ആവർത്തിക്കുകയാണ്. സോണിയാഗാന്ധി അവരെ സംരക്ഷിച്ചു എന്നാണ് V ശിവൻകുട്ടി ആരോപിക്കുന്നത്. നേരത്തെ VD സതീശനുമായി പ്രതീക്ഷിതമായി വാദപ്രതിവാദമൊക്കെ ഉണ്ടായതാണ്. അതേസമയം തന്നെ വിഷയത്തിന്റെ മെറിറ്റിലേക്ക് കടന്നതുവരെ സർക്കാരിന്റെ ഭാഗത്ത് വിശദീകരണം ഉണ്ടായിട്ടില്ല. CPMന്റെ ജില്ലാ കമ്മിറ്റി അംഗമായ പത്മകുമാറിനെതിരെ എന്തുകൊണ്ട് പാർട്ടി നടപടിയെടുത്തില്ല, മുഖ്യമന്ത്രി ഓഫീസ് ഉദ്യോഗസ്ഥരെ സമ്മർദ്ദത്തിലാക്കുന്നു തുടങ്ങിയ ആരോപണങ്ങളിൽ മറുപടി ഉണ്ടായിരുന്നു.